ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. അതിഥി ദേവോ ഭവ. ഇതാണ് കഥ. പണ്ട് ഗുരുവായൂർ നടന്ന ഒരു സംഭവമാണ് കഥ. പണ്ടൊരു കാലത്ത് മമ്മിയൂർ ക്ഷേത്രത്തിനായിരുന്നു പേരും പെരുമയും. അന്ന് ധാരാളം ആളുകൾ മമ്മിയൂരപ്പനെ കാണാൻ വന്നിരുന്നു. അത്രത്തോളം ആളുകൾ അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിരുന്നില്ല. അക്കാലത്ത് ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ അവിടെ എത്തി. രാത്രി ഒരു 10 മണിയായി കാണും. വാതിൽക്കൽ ഒരു വിളക്ക് മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ആൾ താമസമുള്ള ഏതോ ഒരു പഴയ തറവാടാണെന്ന് ബ്രാഹ്മണന് തോന്നി. അന്ന് ഇന്നത്തെ പോലെ ലോഡ്ജുകളും ഹോട്ടലുകളും ഉണ്ടായിരുന്നില്ല. വീട് വിട്ട് അകലെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നവർ ആ ക്ഷേത്രത്തിനടുത്തുള്ള വീടുകളിൽ താമസിച്ചു പോന്നു. അന്നത്തെ തറവാട്ടുകാർ ഇങ്ങനെ വരുന്ന അതിഥികളെ സൽക്കരിക്കാൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല. അങ്ങനെ ആ ബ്രാഹ്മണൻ മമ്മിയൂരമ്പലത്തിൻ്റെ വാതിൽക്കൽ മുട്ടി വിളിച്ചു. ഏറെ നേരം വിളിച്ചപ്പോൾ ഒരാൾ വന്നു വാതിൽ തുറന്നു. എന്താണ് വേണ്ടത്? വാതിൽ തുറന്നയാൾ ചോദിച്ചു. ഞാനൊരു വഴി യാത്രക്കാരനാണ്. പ്രസിദ്ധമായ ക്ഷേത്രങ്ങളെല്ലാം ദർശനം നടത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ എത്തി. അന്തിയുറങ്ങാൻ ഇടവും അത്താഴത്തിനുള്ള വകയും വേണം. വീട്ടുകാരൻ പറഞ്ഞു. ഇവിടെ ഒന്നിനും ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ 3 ആൾ ഇവിടെയുണ്ട്. ഇനി ഒരാൾക്ക് കൂടി ഇവിടെ ഇടമില്ല. ബ്രാഹ്മണൻ വീണ്ടും പറഞ്ഞു. അങ്ങനെ പറയരുത്. ആ തിണ്ണയിലെങ്ങാനും ഞാൻ കിടന്നുറങ്ങിക്കൊള്ളാം. വീട്ടുകാരൻ, ഇവിടെ എൻ്റെ 2 ഭാര്യമാരും ഞാനുമാണുള്ളത്. നിങ്ങൾക്ക് കൂടി തങ്ങാൻ സാധ്യമല്ല. ഈ വഴിക്ക് അല്പം പോയി ഇടത്തോട്ട് മാറിയാൽ ഒരു വലിയ വീടുണ്ട്. വീട്ടുകാരൻ്റെ പേര് ഗോവിന്ദൻ എന്നാണ്. അവിടെ പോയി മുട്ടി വിളിക്കുമോ? അവിടെ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം കിട്ടും. യാത്രക്കാരൻ നന്നേ തളർന്നിരുന്നു. ഇനി മറ്റൊരിടത്തേക്ക് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാനാവും? കൂരിരുട്ട്, മഞ്ഞ് പൊഴിയുന്നു. സഹിക്കാനാവാത്ത വിശപ്പുമുണ്ട്. അയാൾ നടന്നു. ആ വീട്ടുകാരൻ കാട്ടിയ വഴിയിലൂടെ തന്നെ പോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ പറഞ്ഞപടി ഒരു വീടുള്ളതായി കണ്ടു. വീടിൻ്റെ മുന്നിൽ ഒരു കൊച്ചു വിളക്ക് ചെറുതായി കത്തുന്നു. അടുത്തെത്തും മുമ്പ് വിളക്ക് അണഞ്ഞു പോകുമെന്ന പേടി യാത്രക്കാരനുണ്ടായിരുന്നു. അയാളുടെ കാലുകൾക്ക് വേഗം കൂടി. കെടാറായ വിളക്കിൻ്റെ അടുത്തു നിന്ന് വാതിലിൽ മുട്ടി വിളിച്ചു. ഗോവിന്ദ, ഗോവിന്ദ. ആരും വിളി കേട്ടില്ല. വീണ്ടും മുട്ടി. അയാൾ വിളിച്ചു പറഞ്ഞു. ഗോവിന്ദ, ഈ വാതിൽ തുറക്കൂ. വിളക്ക് ഇപ്പോൾ അണയും. വെളിയിൽ മഞ്ഞ് പെയ്യുന്നു. വേഗം വാതിൽ തുറക്കൂ ഗോവിന്ദ. വളരെ നേരം ഇയാൾ കൂകി വിളിച്ചു. അവസാനം വാതിൽ തുറന്നു. കയ്യിൽ തൂക്കുവിളക്കുമായി ഒരാൾ തുറന്ന വാതിലിലൂടെ തല കാട്ടി. എന്താണ് വേണ്ടത്? ഈ യാത്രക്കാരനായ ബ്രാഹ്മണൻ പറഞ്ഞു. പുറത്ത് കൊടും തണുപ്പാണ്. രാത്രി കഴിച്ചുകൂടാൻ ഇടം വേണം. നല്ല വിശപ്പുണ്ട്. ആഹാരവും കിട്ടണം. വീട്ടുകാരൻ യാത്രക്കാരനെ അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, കൈകാൽ കഴുകി വരണം. ഒരാൾക്കുള്ള ആഹാരം ഇരിപ്പുണ്ട്. ഇവിടെ ഞാൻ മാത്രമേയുള്ളൂ. ബ്രാഹ്മണന് സന്തോഷമായി. ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ക്ഷീണം അകന്നു. ഉടൻ തന്നെ പോയി കൈകാൽ ശുദ്ധി വരുത്തിയിട്ട് വന്നു. ഭക്ഷണം കഴിക്കാനിരുന്നു. ഇത്ര സ്വാദുള്ള ഭക്ഷണം സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഇയാൾക്ക് കിട്ടിയിരുന്നില്ല. ഊണ് കഴിഞ്ഞ് എണീറ്റ് കൈ കഴുകി വന്നപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, ഇവിടെ കിടക്കാൻ കട്ടിലും മെത്തയും ഒന്നുമില്ല. ഞാനും മിക്കപ്പോഴും ഈ നിലത്താണ് കിടപ്പ്. അതാ ആ പായും വിരിപ്പും എടുത്തുകൊള്ളൂ. അതിനുള്ളിൽ തലയിണ ഉണ്ടാകും. അയാൾ ശ്രദ്ധാപൂർവം എല്ലാം കേട്ടു. വീട്ടുകാരൻ തുടർന്നു. ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. പോയിട്ട് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. രാവിലെ എത്താൻ ശ്രമിക്കാം. എന്നെ കണ്ടില്ലെങ്കിൽ അവിടെ തന്നെ വെച്ച് പോയിക്കോളൂ. അത്യാവശ്യമില്ലായിരുന്നുവെങ്കിൽ ഞാനും ഇവിടെ ഉണ്ടാകുമായിരുന്നു. വീട്ടുകാരൻ ഇരുട്ടിലെവിടെയോ മറഞ്ഞു. മുന്നിൽ ചെറിയൊരു വിളക്ക് കത്തുന്നുണ്ട്. യാത്രക്കാരൻ പായ വിരിച്ച് അതിലിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അയാൾ കിടന്നുറങ്ങി. 7:30 വെളുപ്പിന് ക്ഷേത്രത്തിൽ ശംഖനാദം കേട്ടാണ് ഈ ബ്രാഹ്മണൻ ഉണർന്നത്. ചുറ്റും നോക്കി. താൻ എവിടെയാണ് കിടന്നത്? തനിക്ക് ആഹാരവും പായയും വിരിപ്പുമെല്ലാം തന്ന മനുഷ്യൻ എവിടെ? ഈ വക കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഇയാൾ. അങ്ങനെയിരിക്കുമ്പോൾ ക്ഷേത്രത്തിലെ പൂജാരി വന്ന് മണിയടിച്ചു. നട തുറന്നു. വിളക്കിലെ തെളി തെളിഞ്ഞു. ഭക്തജനങ്ങൾ നാരായണ നാരായണ എന്ന് ഉറക്കെ വിളിക്കുന്നു.
ഒരു ക്ഷേത്രത്തിലാണ് താൻ കിടന്നുറങ്ങിയത് എന്ന് ബ്രാഹ്മണന് ബോധ്യം വന്നു. അപ്പോൾ തന്നെ സൽക്കരിച്ച ആളാരാണ്? കഴകക്കാരനാണോ എന്ന സംശയം വീണ്ടും ബാക്കി നിന്നു. ബ്രാഹ്മണന് സംശയമായി. ഏതായാലും പ്രഭാതകൃത്യങ്ങൾ നടത്തുക തന്നെ. ബ്രാഹ്മണൻ പുറത്തു പോയി കുളിച്ച് വന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പൂജാരിയെ ഒറ്റയ്ക്ക് വിളിച്ചു നിർത്തി തനിക്ക് ഇവിടെ ലഭിച്ച സൽക്കാരത്തെക്കുറിച്ച് പറഞ്ഞു. പൂജാരി അതിശയിച്ചു പോയി. അങ്ങനെയൊരു സംഭവം ഇവിടെയുണ്ടാവാൻ സാധ്യതയില്ലെന്നായിരുന്നു പൂജാരിയുടെ അഭിപ്രായം. കാരണം ഗോവിന്ദൻ എന്നു പേരുള്ള ആരും ഈ അമ്പലത്തിൽ ജോലിക്കാരായില്ല. അതിനു പുറമെ താൻ തലേ രാത്രി അമ്പലം പൂട്ടിപ്പോകുമ്പോൾ ഇതിനുള്ളിൽ ആഹാരമൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ആളിനെ പറ്റി കൂടി ബ്രാഹ്മണൻ പൂജാരിയോട് പറഞ്ഞു. പൂജാരി ആലോചിച്ചു. യാത്രക്കാരൻ പറഞ്ഞ അകലത്തിൽ വീടുകളൊന്നുമില്ല. ആകെ കൂടി അടുത്തുള്ളത് മമ്മിയൂരമ്പലമാണ്. അവിടുത്തെ ദേവൻ തന്നെയാവണം ബ്രാഹ്മണനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഒപ്പം 2 സ്ത്രീകൾ ഉണ്ടെന്ന് പറഞ്ഞത് ശ്രീ പാർവതിയെയും ഗംഗാദേവിയെയും ഉദ്ദേശിച്ചാവണം. അപ്പോൾ ഇവിടെ ബ്രാഹ്മണനെ സ്വീകരിച്ച ഗോവിന്ദനാര്? ബ്രാഹ്മണൻ ആ യാത്രക്കാരൻ സത്യാവസ്ഥ മനസ്സിലാക്കി. മമ്മിയൂരമ്പലത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്ന് എന്തൊക്കെയോ പുലമ്പി. എന്നിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ച് പിന്നീട് ബ്രാഹ്മണൻ എങ്ങോട്ടോ പോയി. അന്ന് മുതൽക്കാണ് ഗുരുവായൂരമ്പലത്തിന് പേരും പെരുമയും ഉണ്ടാകാൻ തുടങ്ങിയത്. മമ്മിയൂരമ്പലത്തിൻ്റെ പ്രതാപം കുറയുകയും ചെയ്തു. ഇതാണ് കഥ.